നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു ആഘോഷ രാവിലാണ് ഇന്ത്യ 2020 ലോകകപ്പിൻ്റെ അവസാന കടമ്പയും കടന്ന് തുടർച്ചയായി രണ്ടാമതും ലോക കിരീടം ചൂടിയിരിക്കുന്നു. ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ടീമും 2020 ലോകകപ്പിൽ തുടർച്ചയായി 2 കിരീടങ്ങൾ നേടിയിട്ടില്ല. മറ്റൊന്ന് 3 കിരീടം, മൊത്തത്തിൽ 3 കിരീടം നേടിയ ഒരു ടീമുമില്ല. 2007 ആദ്യത്തെ 2020 ലോകകപ്പ് ഇന്ത്യ ജയിച്ചു. പിന്നീട് 2024 2 വർഷം മുമ്പ് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ, ആദ്യത്തേത് ധോണിയുടെ കീഴിലായിരുന്നു, രണ്ടാമത്തെ രോഹിത് ശർമ്മ, ഇപ്പോൾ സൂര്യകുമാർ യാദവ്. അങ്ങനെ സൂര്യകുമാർ യാദവ് കപിൽ ദേവിനും ധോണിക്കും രോഹിത് ശർമ്മയ്ക്കും ശേഷം ലോകകപ്പ് ജയിക്കുന്ന ഇന്ത്യയുടെ ക്യാപ്റ്റനായി മാറിയിരിക്കുന്നു. എന്തൊരു ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യയുടെ. ടോസ് നഷ്ടപ്പെട്ടു, ന്യൂസിലാൻഡിന് ടോസ് കിട്ടി, ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വിട്ടു. ബാറ്റ് ചെയ്യാൻ വിട്ട ആദ്യ പന്ത് മുതൽ അടിയോടടിയായിരുന്നു. അഭിഷേക് ശർമ്മ തീരെ ഫോമിലല്ലാതിരുന്ന ഒരു ലോകകപ്പിൽ അദ്ദേഹം കൃത്യസമയത്ത് ഫൈനലിൽ ഉഗ്രൻ ഫോമിലായി അർദ്ധ സെഞ്ചുറി തികച്ചു. 18 പന്തിലാണ് അദ്ദേഹം 50 അടിച്ചത്. ഒരറ്റത്ത് സഞ്ജു സാംസൺ കഴിഞ്ഞ 2 കളിയുടെയും ഫോം തുടർന്നു. അവിടെ എവിടെയാണോ അദ്ദേഹം നിർത്തിയത് അവിടുന്ന് തുടർന്ന് ഈ മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടി 89 റണ്ണ് നേടി. വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 നോട്ട് ഔട്ട്. കഴിഞ്ഞ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 89, വീണ്ടും ഒരു 89 കൂടി. 3 തവണയും സെഞ്ചുറി നഷ്ടപ്പെട്ടു എന്നൊരു വലിയ നിരാശയുണ്ട്. പക്ഷേ ആ നിരാശയൊക്കെ മറികടക്കുന്ന രീതിയിൽ അവസാനം പ്രഖ്യാപനം വന്നു. സഞ്ജു സാംസണാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റിലെ താരം സഞ്ജു സാംസണാണ്. ആ പട്ടികയിൽ ഒരേ ഒരു ഇന്ത്യക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ, സഞ്ജു സാംസൺ. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു സഞ്ജു ആവുമെന്ന്. ഫൈനലിൽ കൂടി അങ്ങനെ മികച്ച കളി കളിച്ച് അദ്ദേഹം ആ ഒരു വലിയ നേട്ടം കരസ്ഥമാക്കി. അങ്ങനെ 3 സെഞ്ചുറികളുടെ നിരാശ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റിലൂടെ അദ്ദേഹം നികത്തി. ഈ ഫൈനലിൽ ജസ്പ്രീത് ബുംറ ഒരു സ്പെല്ല് എന്ന് പറഞ്ഞാൽ 4 ഓവറിൻ്റെ ഒരു കോട്ട. അദ്ദേഹം 4 വിക്കറ്റ് വീഴ്ത്തി. 4 ഓവറിൽ കൊടുത്തത് വെറും 15 റണ്ണ്, 3.75 എക്കണോമി റൈറ്റിൽ. മറ്റൊരു ഗംഭീര ബൗളിങ് കാഴ്ചവെച്ചത് അക്സർ പട്ടേലാണ്. അക്സർ പട്ടേലും വീഴ്ത്തി 3 വിക്കറ്റ്. വരുൺ ചക്രവർത്തിക്ക് ഇത്തവണ അടി കിട്ടി. 3 ഓവറിൽ 39 റണ്ണ് അടിച്ചു വരുൺ ചക്രവർത്തിയെ. അപ്പോൾ വരുൺ ചക്രവർത്തി ഒരു വിക്കറ്റ് വീഴ്ത്തി, പക്ഷേ വരുണിന് നല്ല അടി കിട്ടി. ഇത്രയും മോശം കളി ന്യൂസിലാൻഡ് കളിച്ചിട്ടും വരുൺ ചക്രവർത്തിക്ക് അടി കിട്ടി. അപ്പോൾ വരുണിൻ്റെ ഫോമില്ലായ്മ അത് ഇതിനെ തുടർന്നും ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് അതിന് സൂചന. അതെന്താവട്ടെ, ഇപ്പോൾ ലോകകപ്പ് നേടി അതിൻ്റെ ആഘോഷത്തിലാണ്. ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്പണർ ടിം സേഫേർട്ടും ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നറുമാണ് ഒരു പരിധി വരെ നന്നായി ബാറ്റ് ചെയ്തത്. ടിം സേഫേർട്ട് അർദ്ധ സെഞ്ചുറി നേടി. മിച്ചൽ സാന്റ്നർ 40 ഔട്ടായി. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലാൻഡ് ഒരു ഘട്ടത്തിലും ഈ കളി ജയിക്കുമെന്ന് കളി തുടങ്ങിയത് മുതൽ ബൗൾ ചെയ്യുമ്പോഴും അതെ, ബാറ്റ് ചെയ്യുമ്പോഴും അത് തോന്നിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ സെമിഫൈനലിൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയിൽ ഇന്ത്യ ശരിക്കും വരച്ചിരുന്നു. ഇംഗ്ലണ്ടിന് ഒരു ശക്തമായ മിഡിൽ ഓർഡർ ഉണ്ട്, പക്ഷേ ഇവർക്ക് അതൊന്നുമില്ല. ന്യൂസിലാൻഡിന് അങ്ങനെ മിഡിൽ ഓർഡറൊന്നുമില്ല. കൊള്ളാവുന്ന ഒരു ബാറ്ററാണ് ഡാരിൽ മിച്ചൽ. അയാളെ കൊണ്ടുപോയി അവസാനം 5-ആമതോ 6-ആമതായിട്ടാണ് കളിപ്പിച്ചത്, ബാറ്റ് ചെയ്യിപ്പിക്കുന്നത് ഈ ടൂർണമെൻറ്റിലോട്ട്. അയാളെ സെക്കൻഡ് ഡൗണോ തേർഡ് ഡൗണോ ഇറക്കേണ്ടതാണ് അയാളെ. സ്വാഭാവികമായിട്ട് സെക്കൻഡ് ഡൗൺ ഇറക്കിയാലേ അയാൾക്കൊരു ഇന്നിങ്സ് പടുത്തെടുത്ത്. ഗംഭീര പ്ലെയറാണ് ഡാരിൽ മിച്ചൽ. ആ മിച്ചലിനെയൊക്കെ അനാവശ്യമായി ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് കൊടുന്ന് ഒരു ഗുണവും ഇല്ലാതാക്കി ന്യൂസിലാൻഡ്. എന്തായാലും ഇന്നത്തെ ദിവസം അവർ തീരെ എല്ലാ അർത്ഥത്തിലും മോശം ഇതായിരുന്നു. പൊതുവേ അവർ ബോളിംഗ്, മാറ്റ് ഹെൻറിയൊക്കെ നന്നായിട്ട് ബോൾ ചെയ്യുന്നതാണ്, പക്ഷേ ഇത്തവണ അതുണ്ടായില്ല. അതും മോശം ബോളിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും അവർക്ക് ഒരു തരത്തിലും അവരുടെ ദിവസമായിരുന്നില്ല ഇന്ന്. എന്തായാലും ഇന്ത്യ എല്ലാ അർത്ഥത്തിലും തകർക്കുകയും ചെയ്തു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും. ഇപ്പോൾ ക്യാച്ചിങ്ങിലാണെങ്കിൽ ഔട്ട് ഫീൽഡിൽ ഇഷാൻ കിഷൻ ഗംഭീരമായിട്ടാണ് 2 ക്യാച്ച് എടുത്തത്, അതിഗംഭീരം, പറയാതെ വയ്യ. സെമി ഫൈനലിൽ അക്സർ പട്ടേൽ എടുത്ത ക്യാച്ച് പോലെ തന്നെ ഗംഭീര ക്യാച്ച്. അതൊക്കെ കളിയുടെ പ്രധാനപ്പെട്ട നിമിഷങ്ങളായിരുന്നു. ആ നിമിഷങ്ങളൊക്കെ
ഇന്ത്യയുടെക്ക് നേടിക്കൊടുത്തു ഇഷാൻ കിഷൻ. അപ്പോൾ ഇഷാൻ കിഷൻ എല്ലാ അർത്ഥത്തിലും ഗംഭീരമായിട്ട് പിന്നെ ബാറ്റ് ചെയ്യുമ്പോഴും അർദ്ധ സെഞ്ചുറി നേടി, പിന്നെ ഫീൽഡ് ചെയ്യുമ്പോൾ 2 ഉഗ്രം ക്യാച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ ഇത്തവണ ഒരു പാളിച്ച ഉണ്ടായില്ല എന്ന് പറയാം. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഇഷാൻ കിഷനും ആദ്യത്തെ 3 പേരും അർദ്ധ സെഞ്ചുറി നേടി. പിന്നീട് ശിവൻ ദുബെ 8 ബോളിൽ 26 റൺ അടിച്ച് കളി ഫിനിഷ് ചെയ്ത ഒരു രീതി ഉണ്ടല്ലോ. ശിവൻ ദുബെ ഒരു ഗംഭീര ഫിനിഷറാണെന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഗംഭീരമായിട്ടാണ് അദ്ദേഹം കളിച്ചത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ശിവൻ ദുബെ ഉൾപ്പെടെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഓരോരുത്തരും, അപ്പോൾ ആ നിലയിൽ നമ്മൾ എല്ലാ അർത്ഥത്തിലും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. വരുൺ ചക്രവർത്തിയെ പോലുള്ള ചില പിന്നെ മോശം ഫോമിലുള്ള കളിക്കാരൊക്കെ ഉണ്ട് ടീമിൽ. ഇപ്പോൾ അഭിഷേക് ശർമ്മ ഫൈനലിലാണ്, പക്ഷേ ഫൈനലിൽ അദ്ദേഹം മികച്ച കളി, ഗംഭീര തുടക്കം തന്നെയാണ് നൽകിയത്, മിന്നുന്ന തുടക്കം നൽകി ഇന്ത്യക്ക്. അപ്പോൾ അങ്ങനെ അഭിഷേക് ശർമ്മ ഗംഭീരമായിട്ട് തിരിച്ചു വന്നു. ഒരു പിന്നെ ഗംഭീരമായിട്ട് ഇന്ത്യ ഈ കളിച്ചു. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, ബാറ്റിംഗ് ആയാലും ബൗളിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും ഇന്ത്യ തകർത്ത് കളിച്ചു. എന്തായാലും ഇന്ത്യ അർഹിച്ച ആ നേട്ടം തന്നെ, ചരിത്രം കുറിക്കുക തന്നെ ചെയ്തു. ഈ രാത്രി പുലരാതിരിക്കട്ടെ എന്നായിരിക്കും പലരും ആഗ്രഹിക്കുന്നുണ്ടാവുക. ഇന്ത്യക്ക് അത്രമേൽ സന്തോഷം നിറഞ്ഞ, അത്രമേൽ സ്നേഹമുള്ള ഒരു രാത്രിയാണിത്. ഈ രാത്രി പിന്നെ അതിഗംഭീരമായ ആഘോഷങ്ങൾ രാജ്യത്തൊട്ടുക്കും നടക്കട്ടെ.